നമസ്കാരം. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോഴും ബിവറേജസ് കോർപ്പറേഷൻ ജീവനക്കാർക്ക് ഇത്തവണ കണ്ണഞ്ചിക്കുന്ന ബോണസ് ധമാക്കയാണ്. ഇത്തവണത്തെ ഓണം ബോണസായി പരമാവധി 1,50,000 രൂപ വീതമാണ് ബെവ്കോ ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് ഒഴുകിയെത്തുക. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 2,500 രൂപയുടെ വർധനമാണ് ഇത്തവണ ജീവനക്കാർക്ക് അധികമായി ലഭിക്കുന്നത്. എക്സൈസ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് മറ്റ് സർക്കാർ ജീവനക്കാരെയും പൊതുജനങ്ങളെയും ഒരുപോലെ അമ്പരപ്പിക്കുന്ന ഈ അസാധാരണ ബോണസ് പ്രഖ്യാപനമുണ്ടായത്. ഉത്സവകാലത്തെ ചെലവുകൾക്കായി 50,000 രൂപ മുൻകൂറായി നൽകാനും ഭരണകൂടം തീരുമാനിച്ചു കഴിഞ്ഞു. ദിനംപ്രതി ആയിരക്കണക്കിന് മദ്യപാനികളിൽ നിന്നും പിഴിഞ്ഞെടുക്കുന്ന തുകയിൽ നിന്നും ഒരു വിഹിതം ജീവനക്കാർക്ക് കൈനിറയെ നൽകുമ്പോൾ ഇത്രയും ഉയർന്ന തുക ബോണസായി നൽകാൻ സാധിക്കുന്നതിന്റെ പിന്നിലെ രഹസ്യവും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. സാധാരണയായി മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ഏതാനും ആയിരങ്ങൾ ബോണസ് കിട്ടാൻ പ്രക്ഷോഭം നടത്തേണ്ടി വരുമ്പോഴാണ് ബെവ്കോയിൽ തുക ലക്ഷങ്ങൾ കടക്കുന്നത്. എന്നാൽ ഈ അസാധാരണ ബോണസിന് പിന്നിൽ ബെവ്കോയുടെ പ്രത്യേക സാമ്പത്തിക ഘടനയും വിറ്റഴിക്കലുമാണ് പ്രധാന കാരണം. സംസ്ഥാനത്ത് മദ്യവിൽപ്പനയുടെ പൂർണ്ണ കുത്തക അവകാശം ബെവ്കോയ്ക്കാണ്. ദിവസേന കോടികളുടെ ലിക്വിഡ് ക്യാഷാണ് ബെവ്കോയുടെ അക്കൗണ്ടുകളിലൂടെ ഖജനാവിലേക്കും കോർപ്പറേഷനിലേക്കും ഒഴുകിയെത്തുന്നത്. സംസ്ഥാന സർക്കാരിന്റെ നികുതി വരുമാനത്തിന്റെ സിംഹഭാഗവും നൽകുന്ന ഈ സ്ഥാപനം തങ്ങളുടെ ടേൺ ഓവറിന്റെയും ആകെ വിൽപ്പനയുടെയും അടിസ്ഥാനത്തിലാണ് ജീവനക്കാരുടെ ബോണസും ആനുകൂല്യങ്ങളും നിശ്ചയിക്കുന്നത്. ഇത്രയും വലിയ സാമ്പത്തിക വിറ്റഴിവ് നടത്തുന്ന സ്ഥാപനമായതിനാലും കനത്ത ജോലിഭാരം സഹിച്ചാണ് കടകളിൽ ജീവനക്കാർ ജോലി ചെയ്യുന്നതെന്ന വാദം ഉന്നയിച്ചുമാണ് പെയിന്റ് ബോണസും പ്രോത്സാഹന തുകയും ചേർത്ത് ഇത്രയും വലിയ തുക നൽകുന്നത്. എങ്കിലും ബോണസ് തുക 1,00,000 കടക്കുന്നത് സാധാരണക്കാരായ നികുതിദായകർക്കിടയിൽ കടുത്ത അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട്. അതേസമയം ഇത്രയും ഉയർന്ന ബോണസ് നൽകുന്നുണ്ടെങ്കിലും ബെവ്കോയുടെ നിലവിലെ സാമ്പത്തിക ചിത്രം അത്ര ശുഭകരമല്ലെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. കഴിഞ്ഞ വർഷം മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ ബെവ്കോ 124.10 കോടി രൂപയുടെ മികച്ച ലാഭത്തിലായിരുന്നു പ്രവർത്തിച്ചത്. എന്നാൽ പുതിയതായി ഏർപ്പെടുത്തിയ ഗാലനേജ് ഫീസിലെ അശാസ്ത്രീയത കാരണം ഈ വർഷം മാർച്ച് 31 അവസാനിക്കുമ്പോൾ സ്ഥാപനം 251.95 കോടി രൂപയുടെ വമ്പൻ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. വിറ്റഴിവ് കൂടുമ്പോഴും സ്ഥാപനം രേഖകളിൽ വൻ നഷ്ടം കാണിക്കുമ്പോഴാണ് ജീവനക്കാർക്ക് യാതൊരു തടസ്സവുമില്ലാതെ ലക്ഷങ്ങളുടെ ബോണസ് വച്ച് നീട്ടുന്നത്. ഗാലനേജ് വിഷയം വളരെ ഗൗരവമായി പഠിച്ച് ധനകാര്യ വകുപ്പുമായി ചർച്ച ചെയ്ത് അനുമതി വാങ്ങി ഫീസ് കുറയ്ക്കുമെന്നും ബെവ്കോയെ ലാഭത്തിലേക്ക് തിരികെ കൊണ്ടുവരുമെന്നും മന്ത്രി യോഗത്തിൽ ഉറപ്പ് നൽകുന്നുമുണ്ട്. സ്ഥിരം ജീവനക്കാർക്ക് മാത്രമല്ല, താൽക്കാലികവും പാർട്ട് ടൈം ജീവനക്കാരുമായി എല്ലാവർക്കും ഇത്തവണ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട്. എംപ്ലോയ്മെന്റ് വഴി ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ബോണസ് തുക 250 രൂപ വർദ്ധിപ്പിച്ച് 6,250 രൂപയായി ഉയർത്തി. പാവപ്പെട്ട സ്വീപ്പർമാർക്ക് 6,750 രൂപ ബോണസ് ലഭിക്കും. ഹെഡ് ഓഫീസിലും വിവിധ വെയർഹൌസുകളിലും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കാവൽ നിൽക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാർക്ക് 13,000 രൂപയാണ് ബോണസ് ഇനത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും ബെവ്കോ ജീവനക്കാർക്ക് റെക്കോർഡ് തുക തന്നെയാണ് ഓണത്തിന് ബോണസായി ലഭിച്ചിരുന്നത്. അന്ന് സ്ഥിരം ജീവനക്കാർക്ക് 1,02,500 രൂപയായിരുന്നു അക്കൗണ്ടിലെത്തിയത്. സാധാരണക്കാരന് ഓണം ആഘോഷിക്കാൻ അരിയും സാധനങ്ങളും വാങ്ങാൻ പണമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ കുടിപ്പിക്കുന്ന സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് കോടികൾ ബോണസായി നൽകുന്ന സർക്കാരിന്റെ ആഡംബര നയത്തിനെതിരെ എന്തായാലും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ഉയരുന്നുമുണ്ട്.